ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചിക്കൻ 65 ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 3/4 കിലോ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകണമെന്ന് നിങ്ങളെ കാണിക്കാത്തതാണ്. നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇനി പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാനിപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മസാലപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇത് ഞാനിപ്പോൾ അരച്ച് നല്ല മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു കാര്യം അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിരുന്നു, മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് ഒരു 10 എണ്ണം ഉണ്ടേ. ഇത് കണ്ടോ, ഇഷ്ടംപോലെ കാന്താരി കുറച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കാന്താരി മുളകും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അരച്ച് നല്ലതുപോലെ അതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ. പിന്നെ ഉപ്പ്, നമുക്ക് ഉപ്പും എരി ആവശ്യത്തിന് ചേർക്കണം. ഇപ്പോഴും മുളക് പൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ട് അതിൻ്റെ കൂടെ കാന്താരിയും കൂടെ ഇട്ട് അപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് എരി ആയിപ്പോകല്ലേ. നിങ്ങൾ അവരവരുടെ ആവശ്യത്തിന് വേണം എരിയും ഉപ്പും ചേർക്കാൻ, ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല. എരി കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാൻ കുറച്ച് മൈദമാവും അതുപോലെ തന്നെ അരമുറി നാരങ്ങ നീരും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ പിഴിഞ്ഞൊഴിച്ച് നല്ല നീരുള്ള നാരങ്ങയായിരുന്നു. അതുകൊണ്ട് അത് മതി. ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാണ്ടെ മിക്സ് ചെയ്ത് വെച്ച് വൈകുന്നേരമാണ് ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചത്. പക്ഷേ രാത്രിയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. എണ്ണ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇച്ചിരി വറുക്കുക. ഞാൻ രാത്രി വേണ്ട വറുക്കുന്നുണ്ട്. അതിനകത്ത് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് പുറത്തിട്ടെടുക്കാം. വേണ്ട നല്ല തിളച്ച എണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ലെവലിലുള്ള തീയിൽ വെച്ചാൽ അതില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫുള്ളായിട്ടുള്ളത് കൂട്ടി തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഒരു ഭാഗം വെന്ത് അങ്ങനെ കരിഞ്ഞങ്ങ് പോകും. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയി പോകും കേട്ടോ. ഇതാണ്ടേ, ഞാനൊരു നല്ല മൂത്തില്ല, എന്നാലും ഒരു മീഡിയം ലെവലിലുള്ള മൂപ്പായപ്പോഴത്തേക്ക് ഞാൻ എന്താണ്ട് കോരി എടുത്തിട്ടുണ്ട്. എല്ലാം കോരി എടുത്ത് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ കൊള്ളാം കേട്ടോ. വേണ്ടേ, ഞാൻ നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടും പോലത്തെ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കണം, അഭിപ്രായവും പറയണം കേട്ടോ.